കോൺഗ്രസ് തടഞ്ഞതോടെ CPI വിട്ട നാട്ടിക MLA CC മുകുന്ദൻ BJPയിൽ ചേർന്നു. NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണനിൽ നിന്നാണ് തൃശൂരിലെ BJP ഓഫീസിലെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഇതോടെ മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. BJP പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെന്നായിരുന്നു അംഗത്വം സ്വീകരിച്ച ശേഷം മുകുന്ദൻ പറഞ്ഞത്. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് CPIയിൽ നിന്ന് പിണങ്ങി പുറത്തുപോയ CC മുകുന്ദൻ പ്രതീക്ഷ വെച്ചത് കോൺഗ്രസിലായിരുന്നു. നാട്ടികയിൽ വീണ്ടും മത്സരിക്കുന്നതിനൊപ്പം CPIയെ പരാജയപ്പെടുത്തുക കൂടിയായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ മുകുന്ദനെ ചേർത്ത് നിർത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രാദേശിക നേതൃത്വത്തിൽ നിന്നടക്കം എതിർപ്പുയർന്നതോടെ കോൺഗ്രസ് തീരുമാനം മാറ്റി. ഇതോടെയാണ് ഒട്ടും വൈകാതെ BJP പാളയത്തിലെത്തി മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചത്. CPI പുറത്താക്കിയതിനു പിന്നാലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം BJPയും മുകുന്ദനുമായി സമാന്തര ചർച്ച നടത്തിയിരുന്നു. എന്നാൽ BJPയിലേക്കില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച മുകുന്ദൻ കോൺഗ്രസ് തഴഞ്ഞതോടെ മാറി ചിന്തിച്ചു. അടുത്തിടെ CPIയിൽ നിന്ന് BJPയിലെത്തിയ വൈക്കം മുൻ MLA K അജിത്താണ് അന്തിക്കാട്ടെ വീട്ടിലെത്തി മുകുന്ദനുമായി നേരിട്ട് ചർച്ച നടത്തിയത്. ഇന്ന് ഉച്ചയോടെ BJP ഓഫീസിലെത്തി മുകുന്ദൻ നിലപാട് പ്രഖ്യാപിച്ചു. പാർട്ടി പറയുന്ന കാര്യങ്ങളിൽ ഇതുവരെ എന്നോട് അങ്ങനെ പാർട്ടി ഒരു നിർദ്ദേശം പറഞ്ഞിട്ടില്ലല്ലോ, ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നെ ഇതുവരെ അങ്ങനെ സ്റ്റേറ്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഒന്നും വിളിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിനെ അവരവരുടെ പ്രവർത്തനം കുറിച്ച് പരിശോധിക്കുമ്പോൾ നാട് ഈ പ്രദേശത്തൊന്നുള്ളതെന്നല്ല, അവർ ഗുരുവായൂർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, BJPയുടെ വലിയ ചുമതല വെച്ചിരുന്ന ആളാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ. രാജ്യത്ത് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ ഇവിടെ പറയാണ് എന്ന് പറയാനുണ്ടായി. ഇനി രാജ്യത്ത് ഒരു അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എഴുതി കൊടുക്കും. CPI സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കെതിരെ മുകുന്ദൻ ഉയർത്തിയ ആരോപണം BJP ഏറ്റെടുക്കുമെന്ന് NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. മുകുന്ദനെ തഴഞ്ഞതോടെ മുൻ സ്ഥാനാർത്ഥിയായ സുനിൽ ലാലൂരിനെ തന്നെ മണ്ഡലത്തിൽ വീണ്ടും പരിഗണിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.